നമ്മൾ ഈ ബാഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എൻ്റെ ബാഗല്ല, ഇതിൻ്റെ ബാഗാണ്. അല്ല, ഇതിൻ്റെ ചേച്ചീൻ്റെ ബാഗ് എക്സ്പ്ലോർ ചെയ്യാം. അവളുടെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എനിക്ക് ക്യൂട്ടായിട്ട് എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഞാൻ വാങ്ങാം. പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാം. ഐ വാണ ദിസ് ബാഗ്. നല്ല ക്യൂട്ട് കീ ചെയിൻ ഉണ്ട്. ലൈക്ക് ഇറ്റ്. ഓക്കെ, ഹെർ പ്രഷ്യസ് ഡോൾ. അവൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഡോൾ. ക്യൂട്ടായിട്ടില്ലേ? ഇത് അവളുടെ പിഗ്ഗി ബാങ്ക് ആയിരുന്നു. അതിലെ പൈസ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിൽ പോയി തീർത്തു. ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി. ഞാൻ വാങ്ങും. ഞാൻ മോഷ്ടിക്കാൻ പോവാം. ഹെർ പൗച്ച്. ഇത് നമുക്ക് ബാഗ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തുറക്കാം. തലയിൽ ഇടുന്ന സാധനം ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടുന്ന ഒരു സാധനമാണ്. എനിക്കിടറിയില്ല. അവിടെ ഒക്കെ എടുത്തോട്ടാ, തല കയറുന്നില്ല. ഇത് എൻ്റെ റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടൊക്കെ സെയിം ആയിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഇറൈസർ. ഒരു സൈഡ് ഇറൈസറും മറ്റേ സൈഡ് ഷാർപ്നറും. ഹെർ കീച്ചെയിൻ. ക്യൂട്ട് ബേബി കീച്ചെയിൻ. ഓക്കേ, നെക്സ്റ്റ് വൺ ഹൈലൈറ്റർ. ഒരു ഡോണറ്റിൻ്റെ ഹൈലൈറ്റർ. വർക്കിംഗ് അല്ല, ഞാൻ കൊടുത്തതാ. ആൻഡ് ഇതും ഒരു ക്യൂട്ട് കീച്ചെയിൻ. അപ്പോൾ ഇതാണ് ബാഗ്. ഇനി ബാഗിനകത്ത് ഒന്നുമില്ല. നമുക്കടുത്ത ബാഗ് അവിടെ നിൽക്കട്ടെ. പൗച്ച്, ക്യൂട്ട് പൗച്ച്. അവൾ 3-4 വർഷം ഉപയോഗിക്കുന്നുണ്ട്. എന്ത് അതിൻ്റെ കലായത്തിൻ്റെ നിങ്ങൾ കാണാൻ പറ്റും. ക്രിയേറ്റിവിറ്റിയാണ്. ഹൈലൈറ്റിംഗ് സെറ്റാണ്. പിന്നെ പെൻസിൽസും കുറേ സ്റ്റിക്ക് പാഡും ഉണ്ട്. ഐ തിങ്ക് ഇത് അവളുടെ അനിയത്തിയുടെ നോട്ടാണെന്ന് തോന്നുന്നു. ബിക്കോസ് അവൾ ഇതിനേക്കാളും ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ അടുക്കി വയ്ക്കാറില്ല. നമുക്കെല്ലാം ഇത് തിരിച്ചിടുന്നതും കൂടെ എടുക്കാം. ഇല്ലെങ്കിൽ അവൾ എന്നെ തിരിച്ച് തല്ലിക്കൊല്ലും. ഓക്കെ, നമുക്കെല്ലാം തിരിച്ച് വയ്ക്കവേ. ഇതെല്ലാം എൻ്റെ ബെസ്റ്റി ആയതുകൊണ്ട് തന്നെ വൃത്തിക്കൊന്നും വെക്കരുത്. ബെസ്റ്റികൾക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കരുത് ഗൈസ്. ഈ വീഡിയോ കഴിയാൻ നേരത്ത് അവൾ സൈഡിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ചപ്പാത്തി കുറേ ചുരിച്ചു കൊല്ലും. അപ്പോൾ താത്ത ബൈ ബൈ.